അസ്സലാമു അലൈക്കും. സുഹൈൽ പട്ടാമ്പിയാണ്. ഞാനിപ്പോൾ ഉള്ളത് ഷൊർണൂർ അടുത്ത് പള്ളം എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ ഒരു പഴയ സ്റ്റുഡൻ്റാണ് എൻ്റെ മുമ്പിലുള്ളത്, തുഫൈൽ. അദ്ദേഹം മുമ്പ് മഅദിൻ അക്കാഡമിയിലെ ബ്ലൈൻഡ് സ്കൂളിൽ പഠിച്ചിരുന്ന ഒരാളാണ്. എൻ്റെ കൂടെ ഉള്ളത് ഈ നാട്ടിലെ SYSൻ്റെ സാന്ത്വനത്തിൻ്റെ നേതാക്കന്മാരാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഇവിടെ ഉണ്ടായത്. പ്രിയപ്പെട്ട തുഫൈൽ കഴിഞ്ഞ ദിവസം വിളിക്കുകയാണ്. തുഫൈലിൻ്റെ അവസ്ഥകൾ ഒന്നിങ്ങനെ പറഞ്ഞ് വിശദീകരിച്ചു. അദ്ദേഹത്തിൻ്റെ അനുജത്തിക്ക് കുറച്ച് മുമ്പ് ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു. ആ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി എറണാകുളത്ത് ഇദ്ദേഹത്തിന് കാഴ്ചയില്ലാത്തത് കാരണം തന്നെ കുടുംബക്കാരുടെ കൂടെ പോകുമ്പോൾ എറണാകുളത്ത് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ റോഡ് സൈഡിലെ കനാലിൽ വീഴുകയും അവിടെ നിന്ന് കാലിൻ്റെ തുടയിൽ പൊട്ടുകയും ചെയ്തു. ഈ വളരെ ദാരുണമായൊരു സംഭവമാണ്. കാരണം ഒരു ഓപ്പറേഷൻ ഓൾറെഡി നടക്കുന്നു, രണ്ടാമത് ഒരു ഓപ്പറേഷൻ്റെ ആ സാഹചര്യം വരുന്നു. ഈ ഓപ്പറേഷൻ തന്നെ, അനിയത്തിയുടെ ഓപ്പറേഷൻ തന്നെ ഇവർ നാട്ടുകാരെല്ലാവരും കൂടെ കൂടിയിട്ട് പൈസ സംഘടിപ്പിച്ചാണ് ചെയ്തിരുന്നത്. എന്നാലും ഈ ഒരു വിഷയം വന്നപ്പോൾ അതും കൂടെ ഉൾപ്പെടുത്തി ആ ഓപ്പറേഷൻ എല്ലാം അവിടെ ചെയ്തു. തുടർന്ന് വീണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇയാൾക്ക് ചെയ്ത ഓപ്പറേഷൻ അതിൻ്റെ പല ഇൻഫെക്ഷൻസ് കാരണം അത് പ്രയാസപ്പെടുകയും അത് റിമൂവ് ചെയ്യേണ്ട, അതിൻ്റെ ഉള്ളിലിട്ട കമ്പി റിമൂവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരികയും ചെയ്തു. വീണ്ടും വലിയൊരു സാമ്പത്തിക ബാധ്യത വന്നപ്പോൾ ഇതുപോലൊരു വീഡിയോ ചെയ്ത് ആ വീഡിയോയിൽ ആ ഓപ്പറേഷനുള്ള പൈസ കണ്ടെത്തുകയാണ് ചെയ്തത്. അത് അങ്ങനെ കഴിച്ചു. അതിനുശേഷം അതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങൾ, ഡ്രസ്സിങ്ങും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും അനിവാര്യമായ സാഹചര്യം വന്നിരിക്കുന്നു. ഇവിടെ ഓപ്പറേഷൻ നടത്തി ആ കാര്യങ്ങൾ വിജയിപ്പിക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇത്രയും കാലം ഇവരുടെ കാര്യങ്ങൾ, ഒട്ടുമിക്ക കാര്യങ്ങളും ഇതുപോലെ നാട്ടുകാർ വളരെ സജീവമായി സഹകരിച്ചു കൊണ്ടാണ് നടന്നിരുന്നത്. പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ ഉപ്പ, അവരും കാഴ്ച പരിമിതിയുള്ള ആളാണ്. ഇവിടുത്തെ വീട്ടിലെ സാഹചര്യങ്ങൾ പലപ്പോഴും അങ്ങനെ പ്രയാസത്തിലാണ്. ഒരു മടിയും കൂടാതെ ഇവരെല്ലാം, നാട്ടുകാർ അത് സജീവമായി തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ഒരു ഓപ്പറേഷനും കൂടെ നടത്തേണ്ടതുണ്ട്. ആ ഓപ്പറേഷത്തിന് ചിലവ്, ഔദ്യോഗികമായി ചിലവ് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. അതിൻ്റെ ബാക്കി പണം കൂടെ അതിന് കണ്ടെത്തേണ്ടതുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇവിടെ നമ്മുടെ സാന്ത്വന പ്രവർത്തകരും ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ഒരു ആലോചന വന്നത്. ഇതിനെക്കുറിച്ച് ഉസ്താദ് ബാക്കി കാര്യങ്ങൾ പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുഹൈൽ പട്ടാമ്പി പറഞ്ഞ ഈ കാര്യങ്ങൾ വളരെ യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഇവിടെ വന്ന് ബോധ്യപ്പെട്ട വിഷയമാണ്. എല്ലാ നിലക്കും സഹായത്തിന് അർഹനായ ഒരു പാവപ്പെട്ട സഹോദരനാണ് ഈ സുഹൈൽ പള്ളം എന്ന് പറയുന്ന സഹോദരൻ. കല്ലിലെ ഓപ്പറേഷത്തിന് 2 ലക്ഷം രൂപയോളം ചെലവുണ്ട്. ഒരു നിലക്കും സാമ്പത്തികമായി കഴിയാത്ത ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെക്കൊണ്ട് എന്താണോ കഴിയുന്നത്, നിങ്ങൾക്ക് അള്ളാഹു നൽകിയതിൽ നിന്നൊരംശം അതിനുവേണ്ടി നൽകി ഈ സദ്യനമത്തിൽ നിങ്ങളെല്ലാവരും പങ്കാളികൾ. നിങ്ങളൊക്കെ കേട്ടതുപോലെ തീർത്തും സഹായത്തിന് അർഹനാണ്. മുന്നേ അദ്ദേഹം കാഴ്ച പരിമിതിയുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും അതുപോലെ തന്നെ കാഴ്ച പരിമിതിയുള്ള ആളാണ്. അദ്ദേഹത്തിന് 2 പെൺമക്കളാണ്. അപ്പോൾ അങ്ങനെ കുടുംബം കഴിഞ്ഞു പോകുമ്പോഴാണ് ഇത്തരമൊരു അവസ്ഥ വന്നുപെട്ടത്. നാട്ടുകാരും കുടുംബങ്ങളും ഒരുപാട് സഹായിച്ച് ആദ്യഘട്ടം ഓപ്പറേഷൻ നടത്തി. ഇപ്പോൾ അത് ഒരുപാട് പിന്നെ പഴുപ്പ് വന്ന് വീണ്ടും അത് ഓപ്പറേഷൻ ചെയ്യേണ്ട അവസ്ഥകൾ വന്നിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ ഒരു തുഫൈലാണ്. ഇവിടെ പറഞ്ഞതുപോലെ എന്നെ എറണാകുളത്തും എൻ്റെ അനിയത്തിയുടെ സർജറിക്ക് വേണ്ടി പോകുമ്പോൾ അവിടുന്ന് ഫുട്പാത്തിൽ നിന്ന് കാല് തെറ്റി വീണ് തുടയിൽ പൊട്ടി. അങ്ങനെ സർജറി കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ് ഇൻസിഷനായി അങ്ങനെ പഴുപ്പ് വന്ന് അവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ അവിടെ 1 മാസത്തോളം ചികിത്സിച്ച്. അപ്പോൾ അവർ പറഞ്ഞത് കമ്പി ഇനി റിമൂവ് ചെയ്യാല്ലാതെ വേറെ നിവൃത്തിയില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ കമ്പി റിമൂവ് ചെയ്തിട്ടുണ്ട്. ഒരു വീഡിയോ ഇതുവരെ മുന്നേ ചെയ്തിരുന്നു. ഹംസ എന്ന് പറഞ്ഞ ഒരാൾ ചെയ്തിരുന്നു. അതിൽ 1,10,000 രൂപ ഞങ്ങൾക്ക് ലഭിക്കുകയും അങ്ങനെ 90,000 രൂപ സർജറിക്ക് തന്നെ ഈ കമ്പി ഊരാൻ വഴിയായി. ബാക്കി ഡ്രസ്സിങ്ങും കാര്യങ്ങളുമായി അങ്ങനെ പോവുകയാണ്. ഇനി ഇപ്പോൾ കമ്പി ഇട്ടിട്ടുള്ള സർജറി ഇനി വേണം. ഇതിൽ കൂടെ ഇതിൻ്റെ നമ്പർ, അതുപോലെ തന്നെ ഗൂഗിൾ പേ, സ്കാനർ എല്ലാം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിയുന്ന ഒരു സഹായം അതിന് ചെയ്ത് ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് ഈ ഒരു ആഴ്ചയിൽ തന്നെ അതിനുള്ള തയ്യാറെടുപ്പ് നടത്തണം. അള്ളാഹു എല്ലാറ്റിനും അർഹമായ പ്രതിഫലം നൽകട്ടെ.